ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ലക്ഷണം പീരീഡ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രഗ്നൻ്റ് ആയത് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കി അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് വീഡിയോസും ലഭിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ നമുക്ക് ഏകദേശം കാണാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ്. ഈ സമയങ്ങളിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരിലും തന്നെ പ്രഗ്നൻസിയുടെ നാട്ടിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഒരാൾക്കും തന്നെ പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ലക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ഈ ലക്ഷണം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷമിക്കാതിരിക്കുക കേട്ടോ. കാരണം നമ്മൾ പറയുന്ന സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള വൊമിറ്റിംഗ്, അതുപോലെ തലകറക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കേൾക്കുക. നമ്മളുടെ ശരീരത്തിന് ഒരു അഡീഷണൽ കെയർ കൊടുക്കുക കേട്ടോ. അഡീഷണൽ കെയർ ശരീരത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, ധാരാളം വെള്ളം കുടിച്ച് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, അതായത് ബ്രീത്തിങ് എക്സസൈസ്, മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ് എക്സസൈസ്, ലെഗ് ഓഫ് ദ വോൾ എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇംപ്ലാന്റേഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് നല്ല രീതിയിൽ ഗ്രോ ആകാൻ വേണ്ടിയിട്ട് അവിടെ സഹായിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ തുടർന്ന് അങ്ങോട്ട് മുൻപോട്ടേക്ക് പോകുന്നതിനും പ്രഗ്നൻസി പിടിച്ചു കിട്ടുന്നതിനും അത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്കുണ്ടാവുന്ന ഫ്രീക്വന്റ് ബർപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. തുടർച്ചയായിട്ട് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. നമുക്ക് മേളിൽ കൂടി മാത്രമല്ല, നമുക്ക് കീഴ്വായുമായിട്ടും നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയുടെ തുടക്ക സ്റ്റേജിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണത്. നമ്മൾ സാധാരണയായിട്ട് ഗ്യാസ് നമുക്ക് ഉണ്ടാവുന്നത്, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് നേരം നിന്നിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതായത് പയറ്, പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ നേരം തെറ്റി കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഗ്യാസ് ഫോം ചെയ്യാറ്. എന്നാൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് സാധ്യതകളുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബർപ്പ് ചെയ്യാനായിട്ട് തോന്നുക, മേളിൽ കൂടെ ആണെങ്കിലും കീഴ്പോട്ട് കൂടി ആണെങ്കിലും നമുക്ക് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഉണ്ടാവാനായിട്ട് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻസ്, അല്ലെങ്കിൽ നിങ്ങളിൽ പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത്. പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് എളുപ്പത്തിൽ ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം മെഡിസിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. അങ്ങനെ അല്ലാത്തവർക്ക്, മെഡിസിൻ എടുക്കാത്തവർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ, നമുക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റേഷൻ പിടിച്ച് കിട്ടി മുൻപോട്ടേക്ക് ആ ഒരു എംബ്രിയോ വളരണമെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് അങ്ങോട്ട് ഷെഡ് ആയി പോകും, നമുക്ക് പീരിയഡ്സ് വരികയും ചെയ്യും കേട്ടോ. ഇതേ സെയിം മെക്കാനിസം തന്നെ നമുക്ക് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ മെഡിസിൻ എടുക്കുമ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസി, നമ്മൾ പ്രൊജസ്ട്രോൺ നിർത്തി കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് പോവുകയുമാണ് ചെയ്യാറ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്ക് അവിടെ സ്ലോ ഡൗൺ ആകും. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ഒരു ഹോർമോണിന്റെ ഇൻക്രീസ് കൊണ്ടും പലർക്കും ഈ ഒരു ലക്ഷണം ഉണ്ടാകാം. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നാൾ വരെ, അല്ലെങ്കിൽ അത്രയും വർഷം വരെ ചുരുങ്ങിയൊരു പൊസിഷനിൽ ഇരുന്നിരുന്ന നമ്മുടെ യൂട്രസ് അതിൻ്റെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആക്കിയിട്ട് വളരാനായിട്ട് തുടങ്ങും. യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് പ്രൊജസ്ട്രോൺ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ ചുരുങ്ങുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് കുടൽ. നമ്മുടെ കുടലിന് അവിടെയുള്ള പേശികളും മസിൽസും ഒക്കെ ഒന്ന് ചുരുങ്ങാനായിട്ട് തുടങ്ങും. ഇങ്ങനെ കുടലിലെ പേശികളും മസിൽസും ഒക്കെ ചുരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നത് കടത്തിവിടാനായിട്ടുള്ള ഒരു മാർഗം ഇല്ലാണ്ടായി പോകുന്നു. അതായത് അതൊന്നും എൻലാർജ് ആവാതെ നോർമലായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു ഗ്യാസ് ഫോർമേഷൻ അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ബർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് കീഴ്വായുമായിട്ട് പോകുമ്പോഴും ഉണ്ടാകുന്നത്. ഗ്യാസിന് പോകാനായിട്ടൊരു വഴിയില്ലാതെ ഗ്യാസ് നമുക്ക് കൂടുതലായിട്ട് തിങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും.
പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കുന്നത് 4 നേരമാണ്. ഈ 4 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമ്മൾ രാവിലെ എടുക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് എടുക്കുന്ന ചോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദഹിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകും, നമ്മുടെ ദഹന പ്രക്രിയ സ്ലോ ആകും. ഇങ്ങനെ ദഹനം സ്ലോ ആയി വന്നു കഴിഞ്ഞാൽ ദഹിക്കാനായിട്ട് എടുക്കുന്ന സമയവും അതിനനുസരിച്ച് സ്ലോ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടും ഗ്യാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും പലർക്കും ഈ ഒരു ഗ്യാസ് വായിൽ കൂടെ പോകുമ്പോഴേക്കും അതിന് ഭയങ്കരമായിട്ട് കയ്പ്പ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പലർക്കും പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇത് പ്രഗ്നൻസി ആയതിൻ്റെ സൂചനയാകും കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഗ്യാസ് നിങ്ങൾക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അത് പ്രഗ്നൻസി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും നമ്മൾ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് ആക്റ്റീവ് ആക്കി കൊടുക്കുക. നമ്മളിപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നമ്മൾ എക്സസൈസുകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മറ്റുള്ള എക്സസൈസുകളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വാക്കിംഗ് ചെയ്യുക. കൈ നല്ലതുപോലെ വീശി നമ്മുടെ ദേഹം അനങ്ങുന്നത് പോലുള്ളൊരു വാക്കിംഗ് നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ 8 വാക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. 8 വാക്കിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 8 വാക്കിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ദീജോസ് വേൾഡ് 8 വാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഫോർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് വാച്ച് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. 8 വാക്കിംഗ് പോലുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ദഹനം ഒന്നും കൂടി ഒന്ന് ആക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഗ്യാസ് ഫോം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വയറ് ഒരുപാട് വിശക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ കൊടുക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് നേരം ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ 4 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് 8 നേരമാക്കി നിങ്ങൾ കഴിക്കുക. അതായത് നിങ്ങൾ രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ 8 മണിക്ക്, പിന്നെ 10 മണിക്ക്, പിന്നെ 12 മണിക്ക്, പിന്നെ ഒരു 3 മണിക്ക് എന്തെങ്കിലും സ്നാക്സ്, പിന്നെ 6 മണിക്ക്, അങ്ങനെ നിങ്ങൾ ടൈം കൂട്ടിയെടുക്കുക. നമ്മൾ തീറ്റപ്രാന്തരാവുക അങ്ങനെയുള്ള രീതിക്ക് ഭക്ഷണം കഴിക്കാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി, 4 നേരം നിങ്ങൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ 8 നേരം ആക്കുക, അല്ലെങ്കിൽ 6 നേരം ആക്കുക. 6 ടൈം നിങ്ങളാക്കുക. 8 നേരം അല്ല, 6 ടൈം നിങ്ങളാക്കുക. 4 നേരം നിങ്ങൾ കഴിക്കുന്നത് ചുരുക്കി അതേ ക്വാണ്ടിറ്റി തന്നെ 6 ആക്കി നിങ്ങൾ 6 സമയം 6 നേരത്തെ നിങ്ങൾ 6 ടൈംസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദഹനം നിങ്ങളുടെ കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നടക്കും. നമ്മൾ ആദ്യം എടുക്കുന്ന കുറച്ച് ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നിങ്ങൾ ശരീരത്തിന് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള സമയവും അവിടെ ഈക്വൽ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി ദഹിക്കാനുള്ള സമയം നമുക്ക് അവിടെ വേണ്ടാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ബർപ്പിംഗ് ഉണ്ടാകുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഗ്യാസ് ഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗ്യാസ് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും മാറ്റാൻ വേണ്ടിയിട്ട് സോഡ കുടിക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഓവറായിട്ട് എടുക്കുകയോ ചെയ്യാതിരിക്കുക കേട്ടോ. ഒരുപാട് പേര് ചെയ്ത് കാണുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളിപ്പോൾ സോഡയുടെ കണ്ടന്റ് ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കുന്നത് നല്ലതല്ല പ്രഗ്നൻസിയുടെ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതും പ്രഗ്നൻസിയുടെ സമയത്ത് നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് ഗ്യാസ് നിങ്ങൾക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഗ്യാസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.